നമസ്കാരം, ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം. കേരള ഗവൺമെന്റിന്റെ പുതിയ അക്ഷയ സെന്റർ തുടങ്ങാനുള്ള പ്രോസസ്സിന്റെ ഭാഗമായി OMR എക്സാം ഡിക്ലെയർ ചെയ്ത വിവരം SMS-ലൂടെയോ ഇമെയിലൂടെയോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പറും സൈറ്റ് ആക്സസ് കീ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ സ്റ്റാറ്റസ് കാണാൻ പറ്റും. OMR എക്സാമിന്റെ അഡ്മിഷൻ കാർഡ് ഈ മാസം, അതായത് ഏപ്രിൽ 30-ന് ശേഷം മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. എക്സാം ഡേറ്റ് അടുത്ത മാസം 17, അതായത് മെയ് 17. സോ ഇനി ആകെ 22 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉറപ്പായും ഇത് പഠിച്ചെഴുതിയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനാവും. ഇത് വളരെ ലളിതമായി മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ പഠിക്കത്തക്ക വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ താഴെ കൊടുത്ത ടെലിഗ്രാം അക്കൗണ്ട് വഴി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് OMR എക്സാമിനേഷന്റെ സിലബസിനെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഓരോരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിലബസിലോട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എന്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 13 ആണ് ആൻഡ് മാർക്കും 13 ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്. 13 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആൻഡ് 13 ആണ് മാർക്ക് വരുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ന്യൂമറിക്കൽ എബിലിറ്റീസ് ആൻഡ് റീസണിംഗ്. 10 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആൻഡ് മാർക്കും 10 ആണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ജനറൽ ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻസ് 10 ആണ് ആൻഡ് മാർക്കും 10 ആണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് കമ്പ്യൂട്ടർ അവയർനെസ് ആൻഡ് അതും ക്വസ്റ്റ്യൻസ് 10 ആണ് വരുന്നത്, മാർക്കും 10 ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മലയാളം. ക്വസ്റ്റ്യൻസും 10 ആണ് ആൻഡ് മാർക്കും 10 ആണ്. അപ്പോൾ ടോട്ടൽ മാർക്ക് വരുന്നത് 100 ആൻഡ് ടോട്ടൽ ക്വസ്റ്റ്യൻസും 100 ആണ്. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 75 മിനിറ്റ്സ് ആണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.